യുദ്ധത്തിന് തയ്യാറാണ്, അതും ഇന്ത്യയുമായി ഞങ്ങൾ യുദ്ധം ചെയ്യാൻ വീണ്ടും തയ്യാറാണ് എന്നുള്ള പ്രഖ്യാപനം പാകിസ്ഥാനിൽ നിന്നും വരികയാണ്. ഏത് നിമിഷവും അത്തരം ഒരു പ്രഖ്യാപനം സാധാരണഗതിയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളെ പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുമായി ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാകുകയാണ് എന്ന് പറയുന്നത് വളരെ കുറവായി വരുന്നു എന്നുള്ളതാണ്. കാരണം എപ്പോഴൊക്കെ അങ്ങനെ പറയുന്നു അപ്പോഴെല്ലാം കൃത്യമായി ഇന്ത്യ മറുപടി കൊടുക്കുന്നുണ്ട്. ആ മറുപടി പാകിസ്ഥാനെ സംബന്ധിച്ച് തീരാ നഷ്ടമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ അധികം അങ്ങോട്ട് വീമ്പിളക്കാൻ ഇന്ത്യക്ക് മുന്നിൽ വീമ്പിളക്കാൻ അധികം പാകിസ്ഥാൻ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി വരുന്നില്ല എന്നുള്ളത് വളരെ സത്യമാണ്. പ്രത്യേകിച്ചും പഹൽഗാം ദുരന്തത്തിനൊക്കെ ശേഷം ഇന്ത്യ നൽകിയ മറുപടി എന്ന് പറയുന്നത് ചില്ലറ മറുപടി ആയിരുന്നില്ല എന്ന് വ്യക്തമാവുകയാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴിതാ വീണ്ടും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമുക്കറിയാം അവിടുത്തെ ജലവിതരണം പൂർണ്ണമായി സിന്ധു നദീജല കരാർ പൂർണ്ണമായി റദ്ദാക്കുന്ന സാഹചര്യത്തിൽ സിന്ധു നദിയിലെ ജലത്തിന് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകും, അതൊരു യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാവുകയാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും പുറത്തു വരികയാണ്. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ ഇസ്ലാമാബാദ് അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല ഉടമ്പടി നിർത്തിവെച്ചിരിക്കുമെന്ന് ഇന്ത്യ ആവർത്തിച്ചതിന് പിന്നാലെ തന്നെ ഭീഷണിയുമായി പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രിയും പീപ്പിൾസ് പാർട്ടി അധ്യക്ഷനുമായ ബിലാവൽ ഭൂട്ടോ സർദാരി വരികയാണ്. വെള്ളത്തെ ഒരു ആയുധമാക്കാൻ ഇന്ത്യ ശ്രമിച്ചാൽ എല്ലാ തലത്തിലും യുദ്ധം ചെയ്യാൻ പാകിസ്ഥാൻ സജ്ജമാണെന്നാണ് ബിലാവൽ ഭൂട്ടോയുടെ ഭീഷണി. അതായത് ജലവും രക്തവും ഒരുമിച്ച് ഒഴുക്കില്ല എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിന് പിന്നാലെ തന്നെയാണ് സിന്ധു ജല പദ്ധതി അവിടെ നിർത്തിവെച്ചത്. ഇനി ഒരു തുള്ളി വെള്ളം കുടിക്കണമെങ്കിൽ ഇന്ത്യ തീരുമാനിക്കേണ്ടി വരും, ഞങ്ങൾ തീരുമാനിക്കും എന്നുള്ളതാണ്. കാരണം വേറെ നിവൃത്തിയില്ല എന്നുള്ളതാണ്. അവർ നമ്മുടെ ജനങ്ങളെ അത് ആക്രമിക്കുന്നു, കൊല്ലുന്നു. അതേ ആളുകൾ തന്നെ നമ്മൾ കൊടുക്കുന്ന വെള്ളം കുടിച്ച് ജീവിക്കുന്നു. അത് പലരും ഇപ്പോൾ സിന്ധു നദീജല കരാറിൽ പലരും ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിലും അവർക്കാകാമെങ്കിൽ നമുക്കുമാകാം എന്നുള്ളതാണ്. ഒരു കരണത്തടിച്ചാൽ മറുകരണവും കാണിച്ചു കൊടുക്കുന്ന അത്തരം മയപ്പെട്ട സമീപനത്തെക്കാൾ കൂടുതൽ പാകിസ്ഥാനോട് അങ്ങനെ മുട്ടിയാൽ മതിയാവില്ല, അടിക്ക് അടി, മുള്ളിന് മുള്ള്, പല്ലിന് പല്ല്, കല്ലിന് കല്ല് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന രീതിയായിരുന്നു കഴിഞ്ഞ കുറച്ചധികം നാളുകളിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്തായാലും ഭൂട്ടോയുടെ ഭീഷണിക്ക് ഇന്ത്യ ഏതായാലും വഴങ്ങില്ല എന്ന് വ്യക്തമാണ്. പാകിസ്ഥാനിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് ഇന്ത്യ സിന്ധു നദിയിലെ ജലം ആയുധമാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ബിലാവൽ ആരോപിച്ചത്. നദിയുടെ മേലെയുള്ള അവകാശങ്ങളിൽ പാകിസ്ഥാൻ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും ബിലാവൽ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ സ്വന്തം കഴിവിനപ്പുറം സംസാരിക്കരുത്, അല്ലെങ്കിൽ അയാൾ പരിഹാസപാത്രമാകും. ഇപ്പോൾ ഈ വാക്കുകളെ ശരിവെക്കുന്ന രീതിയിൽ പാകിസ്ഥാനും സമാനമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ നടപടിയെടുക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തുമ്പോൾ നദിയുടെ പാകിസ്ഥാന്റെ ന്യായമായ വിഹിതം ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് അവർ പറയുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ 2025 ഏപ്രിൽ 22 പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ സർക്കാർ കർശന നടപടിയെടുക്കുകയും 1960 ജലക്കരാർ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇത് പാകിസ്ഥാനിൽ ജലപ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ സ്ഥിതി ഗുരുതരവുമാണ്. അവിടെ നെൽകൃഷിക്ക് വെള്ളം കുറവാണ്. ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുകയുമാണ്. ഈ വിഷയത്തിൽ പാക് കരസേനാ മേധാവി അസിം മുനീറിന്റെ അധ്യക്ഷതയിൽ കോപ്സ് കമാൻഡർമാരുടെ യോഗം തിങ്കളാഴ്ച ചേർന്നു. പാക് സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചും ജനങ്ങളുടെ വികാരങ്ങൾ കണക്കിലെടുത്തും സിന്ധു നദിയിലെ വെള്ളം നൽകാൻ സൈന്യം പൂർണ്ണമായും തയ്യാറാണെന്ന് യോഗത്തിൽ തീരുമാനിച്ചു. 2025 ഏപ്രിൽ 24 നടന്ന ദേശീയ സുരക്ഷാ സമിതി യോഗത്തിന്റെ തീരുമാനങ്ങളും യോഗം പരാമർശിച്ചിരുന്നു. രാജ്യത്തിന്റെ സുരക്ഷാ അന്തരീക്ഷം നിരന്തരം അവലോകനം ചെയ്തിട്ടുണ്ടെന്നും അതിന്റെ തയ്യാറെടുപ്പുകളിൽ സംതൃപ്തരാണെന്നും പാകിസ്ഥാൻ സൈന്യം അറിയിച്ചു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭീഷണികൾ ഇന്ത്യയുടെ കൈകളിൽ നിന്ന് ആവർത്തിച്ച് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ പാകിസ്ഥാൻ സൈന്യം സിന്ധു നദിയുടെ അവകാശങ്ങൾ പാകിസ്ഥാൻ ജനതയ്ക്ക് ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പ്രകോപനപരമായ ഒരു പ്രസ്താവനയാണ് പുറത്തിറക്കിയത്. ഭീകരതയിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനും രാജ്യത്തെ സുരക്ഷിതമായി നിലനിർത്താനും അവർ പ്രതിജ്ഞയെടുത്തു. അഫ്ഗാൻ മണ്ണിൽ നിന്ന് ഉയർന്നുവരുന്ന തീവ്രവാദ ഭീഷണിയെക്കുറിച്ചും യോഗം ആശങ്ക പ്രകടിപ്പിച്ചു. ഈ വിഷയം പാകിസ്ഥാനിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിട്ടുമുണ്ട്. ഇന്ത്യയുടെ നീക്കത്തിൽ ജനങ്ങളും സർക്കാരും ആശങ്കാകുലരാണ്. സൈന്യത്തിന്റെ ഈ പ്രസ്താവന ഈ വിഷയം വളരെ ഗൗരവമായി എടുക്കുന്നുവെന്ന് കാണിക്കുന്നു. പാകിസ്ഥാൻ യുദ്ധത്തിന് തയ്യാറാണ്. സിന്ധു നദിയുടെ അവകാശങ്ങളിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല. നദീജലം നമുക്കെതിരെ ആയുധമാക്കാനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് സിന്ധു ജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് ഇന്ത്യ ആവർത്തിച്ച് സ്ഥിരീകരിച്ചത് ദിവസങ്ങൾക്ക് ശേഷമാണ് പാക് നേതാവിന്റെ പരാമർശം വരുന്നത്.
സിന്ധു നദി പാകിസ്ഥാന്റെ ജീവരേഖയാണ്. പാകിസ്ഥാന്റെ ജലാവകാശം ഇല്ലാതാക്കാനുള്ള ഏത് ശ്രമവും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് നേരെയുള്ള ഭീഷണിയായി കണക്കാക്കും. ഞങ്ങൾ അന്തസ്സുള്ള സമാധാനമാണ് ആഗ്രഹിക്കുന്നത്, അല്ലാതെ കീഴടങ്ങലല്ല. സിന്ധു നദി വിട്ടുകൊടുക്കാൻ പാകിസ്ഥാൻ തയ്യാറാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് പാകിസ്ഥാനെ കുറിച്ച് അറിയില്ല, ബിലാവൽ വ്യക്തമാക്കി. വെള്ളം നിഷേധിക്കുന്നത് ഒരു അണു ആയുധം യുദ്ധത്തിന് തുല്യമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് എങ്കിൽ അതിനെ നേരിടാൻ സംയുക്ത സൈനിക നീക്കം ഉൾപ്പെടെയുള്ള ശക്തമായ പ്രതികരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് ബിലാവൽ ഭൂട്ടോ വ്യക്തമാക്കിയത്. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് പാകിസ്ഥാൻ തുടർച്ചയായി പിന്തുണ നൽകുന്നതിനാൽ സിന്ധു നദീജല ഉടമ്പടി നിർത്തിവെക്കുന്നു എന്ന വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു. ജമ്മു കാശ്മീരിലെ പഹൽഗാം 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ചരിത്രപരമായ സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ അവസാനിപ്പിക്കാതെ കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമാക്കിയിരുന്നു. സിന്ധു നദീതട വ്യവസ്ഥയിലെ ജലം പാകിസ്ഥാനിലെ 80% കൃഷിഭൂമിയെയും ആശ്രയിച്ച് നിൽക്കുന്നതിനാൽ ഇത് തങ്ങളുടെ അതിജീവനത്തിന്റെ പ്രശ്നമാണ് എന്ന് പാകിസ്ഥാൻ വാദിക്കുന്നുണ്ട്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.